അപ്പോൾ നമ്മളിപ്പം അടിവാരത്താണ് ഉള്ളത്. അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിക്ക് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, ചുരം ഒന്ന് കംപ്ലീറ്റ് കയറ്റാൻ വേണ്ടിയിട്ട്, അതായത് 2 ആൾക്കാരെ വെച്ചിട്ട്. അപ്പം എൻ്റെ കൂടെ എൻ്റെ അനിയത്തിയുടെ മകൻ കിത്തുണ്ട്, ഞാൻ കിത്തുവിനെ പരിചയപ്പെടുത്തി തരാം. അപ്പം നമ്മൾ 2 പേരും കൂടി. കിത്തുവിന് എത്ര വെയിറ്റ് ഉണ്ട്? 60. ഞാൻ ഏകദേശം 73. അപ്പം 133 കിലോഗ്രാം വെയിറ്റ് വെച്ചിട്ട് ഞങ്ങൾ വയനാട് ചുരം, അതായത് ഇവിടുന്ന് മുകളിൽ വരെ, വയനാട് മുകളിലെത്തുന്നത് വരെ ഏകദേശം 13 കിലോമീറ്ററാണ്. അപ്പോൾ 13 കിലോമീറ്റർ നമ്മൾ വണ്ടി നിർത്താണ്ടാണ് ഓടിക്കാൻ പോകുന്നത്, നമ്മൾ 2 പേര് വെച്ചിട്ട്. എന്നിട്ട് വണ്ടിക്ക് വല്ല ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കാൻ പോവാണ്. ഇതാണ് ഗൗതം കേട്ടോ, എൻ്റെ അനിയത്തിയുടെ മകനാണ് എൻ്റെ കൂടെ വരുന്നത്. നമ്മൾ കിത്തു എന്നാണ് വിളിക്കുന്നത്. ഹായ് കിത്തു. ഹായ്. 139 കിലോമീറ്റർ റേഞ്ച് ഇനി നമുക്ക് ഓടാം. 77% ബാറ്ററി ബാലൻസ് ഉണ്ട്. നമ്മൾ 100% നിന്നാണ് കോഴിക്കോട് നിന്ന് നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് കോഴിക്കോട് നിന്നുള്ളത്. കോഴിക്കോടാണ് എൻ്റെ തറവാട്. ഞാൻ തലശ്ശേരി എൻ്റെ ഭാര്യ വീടാണ്. ചില സമയത്ത് ഞാൻ അവിടെ നിന്ന് വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എക്കോ മോഡ് തന്നെയാണ് കയറ്റുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മോഡ്സ് മാറ്റിയിട്ട് കയറ്റേണ്ടി വരും, ചുരം ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്ന് ഇവിടെ എത്താൻ ഏകദേശം 39.7 കിലോമീറ്റർ ഓടി കിട്ടും. അന്നപ്പോഴാണ് ബാറ്ററി പെർസെൻറ്റ് 77% ആയത്. നമ്മൾ 2 പേരും കൂടിയാണ് വന്നത്. അപ്പോൾ തിരിച്ചും നമുക്ക് ഈ ചുരം കയറിയിട്ട് ഇറങ്ങിയിട്ട് വീട്ടിൽ പോകണം എത്തുമെന്ന് വിചാരിക്കുന്നു. കാരണം ചുരം കയറുമ്പോൾ ഒരുപാട് ബാറ്ററി തീരാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എത്ര പെർസെൻറ്റേജ് ആവും എന്നുള്ളത്. ഓക്കെ, നമ്മളിപ്പം ഹെയർ പിൻ ബെൻഡിൽ നമ്പർ 1 ആണ് കേട്ടോ. ഹെയർ പിൻ ബെൻഡ് നമ്മൾ എക്കോ മോഡ് തന്നെയാണ് കയറുന്നത്. ഒന്ന് സ്ക്രീൻ കാണിക്കായിടൂ. സോറി, ഒന്ന് സ്ക്രീന് കാണിക്കുക. മോൻ്റെ പേരായി പോയി വിളിച്ചാറിയുണ്ട്, സോറിയടാ. ഒന്ന് സ്ക്രീന് കാണിക്ക്. ഓക്കെ, നമ്മളിപ്പോൾ എക്കോ മോഡ് തന്നെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഹെയർ പിൻ ബെൻഡ് 1 ആണ് ഇപ്പോൾ കഴിഞ്ഞത് കേട്ടോ. ഇതെങ്ങോട്ടുള്ള വഴിയാ? തുഷാരഗിരി അല്ലേ? ഓക്കെ ഗൈസ്, ഇവിടുന്ന് എത്ര കിലോമീറ്ററാ? 4-5. ഇവിടുത്തെ ഈ വഴിയിൽ നിന്ന് നേരെ പോയാൽ തുഷാരഗിരി എത്തും. 5 കിലോമീറ്റർ അല്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് വയനാട് ചുരം മൊത്തം കയറാൻ റൈഡ് മോഡിലെ ഈ ഒരു പവർ മാത്രം മതി. നോക്കണേ ഓവർടേക്ക് ഇപ്പം ക്യാമറ നോക്കണേ. ക്യാമറ നോക്കുന്നുള്ളൂ, വേറെ നോക്കുന്നില്ല. അതല്ല, വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോഴേ തട്ടിപ്പോകരുത്. ഇല്ല. അപ്പം നമ്മളിപ്പം ഹെയർ പിൻ നമ്പർ 2 ആണ് കേട്ടോ. നമ്മളിപ്പോൾ റൈഡ് മോഡിലാണ് കയറുന്നത്. ഓക്കെ, ഹെയർ പിൻ നമ്പർ 3. ഹെയർ പിൻ നമ്പർ 4 അത്. യെസ്. ഹെയർ പിൻ നമ്പർ 5. നമ്മളിപ്പോൾ റൈഡ് മോഡ് തന്നെയാണ് കയറുന്നത് കേട്ടോ. നല്ല പവറിലാണ് കയറുന്നത്, ഒരു രക്ഷയില്ല. ഹെയർ പിൻ നമ്പർ 6. ഓ, എത്ര കൂളായിട്ടാണ് കയറിയത് നോക്കിയേ. ഹെയർ പിൻ നമ്പർ 7 ഓണാക്കിയോ? ഓ, ഇതിപ്പോൾ നമ്മൾ ഹെയർ പിൻ നമ്പർ 7 അല്ലേ കഴിഞ്ഞത്. ഹെയർ പിൻ നമ്പർ 8. ഇതിപ്പോൾ നമ്മൾ എക്കോയിലാണ് കയറിയത് കേട്ടോ. എക്കോല് കയറുന്നുണ്ട് കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. എക്കോലും കയറുന്നുണ്ട്, പക്ഷെ ആ ഒരു വലിവില്ല, ആ ഒരു പുള്ളിക്കില്ല. കണ്ടോ, ഇത് ഞാൻ മാക്സിമം ത്രോട്ടിൽ കൊടുത്തിട്ടും ഒരു 24 km/h സ്പീഡിലേ പോകുന്നുള്ളൂ. 26-25. പക്ഷെ ഇപ്പോൾ ഞാൻ റൈഡിലേക്ക് മാറ്റിയപ്പോൾ പോയ പോക്ക് കണ്ടോ. കിത്തോ, ഇന്ന് സമയം എത്രയായി നോക്ക് സ്ക്രീനിൽ. 7:36. നമ്മൾ ചുരം കയറാൻ തുടങ്ങിയ സമയം എപ്പോഴാണ്? 7:15. ഓക്കെ, അതായത് ഇപ്പോൾ 20 മിനിറ്റ് ആയില്ലേ? ഓക്കെ, E6 അല്ലേ? ഓക്കെ, ഹെയർ പിൻ നമ്പർ 9 ഇതല്ലേ ലാസ്റ്റ്? ഓക്കെ, അവസാനത്തെ ഹെയർ പിൻ ബെൻഡാണ് കേട്ടോ ഇത്.
ഞാനൊന്ന് മോഡ് മാറ്റുന്നുണ്ട്. സോണിക്കിലിട്ടിരുന്ന് കയറ്റി വെക്കുന്നത്. അയ്യോ പിടിച്ചോ ബാക്കോട്ട് പോയോ? ചെറുതായിട്ട് ഭയങ്കര പോക്കാട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ടോപ്പിലെന്ന് പറയുകയാണെങ്കിൽ നമ്മളെ സൈറ്റ് സീയിങ് ഇല്ലേ, ഈ ഇരുന്ന് കാണിച്ചെത്തും. നമ്മൾ വണ്ടി നിർത്തുന്ന സ്ഥലങ്ങളാണ്. ഓക്കെ, ഫൈനലി നമ്മൾ വയനാട് എത്തിയിരിക്കുകയാണ് ഗൈസ്. വെൽക്കം ടു വയനാട്. എടാ ഈ ഗ്ലാമർ നോക്കി നിൽക്കുക അല്ലേ? എടാ സമയം എത്രേ? സമയം ഇപ്പം 7:52. 7:52 ഇപ്പം നമ്മൾ ചായ കുടിക്കാൻ ഒരു 5 മിനിറ്റ് എടുത്തില്ലേ? ഇപ്പം ടോട്ടൽ എത്ര സമയം എടുത്തു നമ്മൾ? അവിടുന്ന് കയറി എത്ര മണിക്കേനു? 7:15. ഒരു അരമണിക്കൂർ. ടോട്ടൽ ഒരു അരമണിക്കൂർ കയറാനല്ലേ? നമ്മൾ കയറുമ്പോൾ 77% ആയിരുന്നില്ലേ ബാറ്ററി? 57. ഇപ്പോൾ 57% ആയില്ലേ? 20% എടുത്ത് 13 കിലോമീറ്റർ കയറാൻ അല്ലേ? നമ്മൾ രണ്ടുപേരും കൂടി. ഇനി എത്ര കിലോമീറ്റർ ഓടും? 104 കിലോമീറ്റർ. 104 കിലോമീറ്റർ ഓടും അല്ലേ? അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. നമുക്ക് പോകുമ്പം റീജിയനിലിട്ട് പോവാം. ഇറങ്ങാനല്ലേ? അല്ല, റീജിയൻ ഇത് അധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എത്ര കിട്ടുന്നുള്ളത്. ഓക്കെ, 2-3% കൂടിയല്ലേ? അത്രയൊന്നും കൂടുന്നു എനിക്ക് തോന്നുന്നില്ല മനസ്സിൽ. നോക്കാം എന്തായാലും. ഇപ്പോൾ ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടി നമ്മൾ? എത്രയാടാ ഡിസ്റ്റൻസ്? ടോട്ടൽ 52. 52 കിലോമീറ്റർ ഓടിയില്ലേ? അതിൽ എക്കോയിൽ പോയത് 41.2, റൈഡിൽ പോയത് 10.4, ഡാഷിൽ പോയത് 0.1, സോണിക്കിൽ പോയത് 0.3. അതായത് 0.1 100 മീറ്ററും ബാക്കി 300 മീറ്ററും. സോണിക്കിൽ 300 മീറ്റർ, ഡാഷിൽ 100 മീറ്റർ. ഓക്കെ, ടോപ്പ് സ്പീഡ് 50 km/h. ആവറേജ് സ്പീഡ് 34 km/h. ടോട്ടൽ 52 കിലോമീറ്റർ ഓടി. മൂവിങ് ടൈം 1.5 മണിക്കൂർ അല്ലേ? ഈ എടുത്തോ പോവല്ലേ? മാക്സിമം റീജിയൻ യൂസ് ചെയ്തോ കേട്ടോ. റീജിയൻ മാക്സിമം വെച്ചാൽ ഇറക്കം ഫുള്ള് റീജിയൻ തന്നെ യൂസ് ചെയ്തോ. നമുക്ക് എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇപ്പം എത്ര ഉണ്ട്? 104 കിലോമീറ്റർ ഇനി ഓടും. 57% ബാറ്ററി. 57% ബാറ്ററി ഉണ്ട് അല്ലേ? നമുക്ക് താഴത്ത് എത്തുമ്പോൾ എത്ര ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു വയനാട്. വെൽക്കം ടു കോഴിക്കോട്. ഓ, ക്ലൗഡ്സ് എല്ലാം താഴത്ത് അടിപൊളി സീനാണ് മോനെ കാണുന്നത്. ഓക്കെ, ഫൈനലി നമ്മൾ തിരിച്ചെത്തി കേട്ടാ. കിത്തു, ഈ ഇങ്ങനെ ഫുൾ ടൈം ഗ്ലാമർ നോക്കി നടന്നോ? മുടി ഇതിപ്പം നമ്മളവിടെ നിന്ന് ഇറങ്ങുമ്പം 104 കിലോമീറ്റർ ആയിരുന്നു. ഓക്കെ, ഇപ്പം 95 കിലോമീറ്റർ നമുക്ക് ഓടാം. അതായത് നമ്മൾ 9 കിലോമീറ്റർ ഓടി. 9 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ശരിക്കും 13 കിലോമീറ്റർ ഉണ്ട്. ബാക്കി റീജിയൻ ആണ് അല്ലേ? നമ്മൾ ഇറങ്ങുമ്പോൾ 57% ആയിരുന്നു ബാറ്ററി. ഇപ്പോഴും 57 അല്ലേ? 57 തന്നെ. അപ്പോൾ റീജിയനിൽ നമുക്ക് 4 കിലോമീറ്റർ കിട്ടി. 4 കിലോമീറ്റർ കിട്ടി അല്ലേ? അടിപൊളി. ഇവിടുന്ന് നമുക്ക് എത്ര കിലോമീറ്ററാണ്? 43. സുഖമായിട്ട് എത്തും. എന്നാൽ പിന്നെ എടുത്തോ. ഓക്കെ ഗൈസ്, നമ്മൾ വീട് എത്തി. കിത്തുക സ്ക്രീനൊക്കെ ഒന്ന് കാണിച്ചത്. ഇനി നമുക്ക് 48 കിലോമീറ്റർ ഓടാം. 27% ബാറ്ററി ബാലൻസ് ഉണ്ട്. അതിൽ മെയിൻ ബാറ്ററിയിൽ 10% ബാലൻസ് ഉണ്ട്. അത് അങ്ങനെ തന്നെ നിൽക്കും. പോർട്ടബിൾ ബാറ്ററിയിൽ 75% ബാലൻസ് ഉണ്ട് കേട്ടോ. 35.4. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൽ മൊബൈലിൽ കാണിച്ചു തരാം. നമ്മൾ റൈഡിങ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ ഇന്ന് ഓടിയത് 104 കിലോമീറ്റർ ആണ് കേട്ടോ. 3 മണിക്കൂർ 2 മിനിറ്റ് എടുത്ത് നമ്മളെ റൈഡിങ് ടൈം, അതായത് വണ്ടി ഓടിയ ടൈം മാത്രം. ടോപ്പ് സ്പീഡ് 62 km/h, ആവറേജ് സ്പീഡ് 34 km/h. ഇന്നത്തെ ഒരു റൈഡിൽ നമ്മൾ പെട്രോൾ ഇനത്തിൽ ലാഭിച്ചത് 219 രൂപ. CO2 നമ്മൾ സേവ് ചെയ്തത് 5.41 kg. ഈ ഡിസ്റ്റൻസ് കവേർഡ് ഓരോ മോഡിലും. എക്കോ മോഡിൽ നമ്മൾ ഡിസ്റ്റൻസ് കവർ ചെയ്തത് 68.9 കിലോമീറ്റർ. റൈഡ് മോഡിൽ നമ്മൾ ഓടിയത് 27.6 കിലോമീറ്റർ.
ഡാഷ് മോഡിൽ നമ്മൾ ഓടിയത് 6.3 കിലോമീറ്റർ. സോണിക്കിൽ നമ്മൾ തീരെ ഓടിയിട്ടില്ല, 0.3, അതായത് 300 മീറ്റർ. 300 മീറ്റർ മാത്രമേ നമ്മൾ സോണിക് മോഡിൽ ഓടിയിട്ടുള്ളൂ. വണ്ടീൻ്റെ അഭിപ്രായങ്ങളെ കുറിച്ചിട്ട്, എൻ്റെ അഭിപ്രായങ്ങളെ കുറിച്ചിട്ട് ഞാൻ എന്തായാലും ഒരു വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മളിപ്പം രണ്ടുപേരും കൂടി ഏകദേശം ഒരു എത്ര കിലോമീറ്റർ ഓടിയുണ്ടാവും? 110 കിലോമീറ്റർ ഓടിയുണ്ടാവും. ഓക്കെ, അപ്പം നീ ആദ്യമായിട്ടല്ലേ ഇത് ഓടിക്കുന്നതും ബാക്കിലിരിക്കുന്നതും? നിന്റെ ഒരു റൈഡിങ് എക്സ്പീരിയൻസ് എന്ന് പറയാം. റൈഡിങ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ നല്ല സുഖമുണ്ട്, പക്ഷേ സീറ്റിംഗ് കംഫർട്ട് തീരെ ഒരു പറ്റില്ല. അധികം ലോങ് പോവുകയാണെങ്കിൽ തന്നെ നടുവിൻ്റെ കാര്യത്തിൽ പണി കിട്ടും. ആണോ? നല്ല എട്ടിൻ്റെ പണി. ബാക്കിൽ ഇരുന്നിട്ട് എങ്ങനെയുണ്ട്? ബാക്കിൽ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ സീറ്റ് നല്ല സീനാണ്, കുഴപ്പമാണ്. കാല് വെക്കുന്ന കാര്യം എങ്ങനെയാണ്? കാല് വെക്കുന്നത് ചിലവർക്ക് ഇത് കംഫർട്ടാവും, ചിലവർക്ക് കംഫർട്ട് ആവില്ല. എനിക്കിത് കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ കാല് വെക്കുമ്പം, ചിലവർ കാല് വെക്കുക ഇങ്ങനത്തെ രീതിയിലാണ് വെക്കുന്നത്. ഞാനിങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ആ ഒരു കംഫർട്ടിൽ ഇരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ബാക്കിൽ ഇരുന്നിട്ട് എങ്ങനെയുണ്ട്? ബാക്കിൽ ഇരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. സസ്പെൻഷൻ എങ്ങനെയുണ്ട്? സസ്പെൻഷൻ ഫ്രണ്ടിൽ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ചെറുതൊരു അടി വരുന്നുണ്ട് ഷോൾഡറിന്. ഓക്കെ. ബാക്കിലെ വലിയ സീനൊന്നുമില്ല. ബാക്കിൽ ഓക്കെയാണ്, വലിയ ഓക്കെയാണ്, കുഴപ്പമില്ല. അപ്പോൾ നമുക്കിന്ന് ഹീറ്റിംഗ് ഇഷ്യൂ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ, നമ്മൾ രണ്ടുപേരും കൂടി കണ്ടിന്യൂസ് റൈഡിംഗ് ആണ് ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് ചുരം ഇറങ്ങിയതിന് ശേഷം അതുവരെ കണ്ടിന്യൂസ് റൈഡിംഗ് ആയിരുന്നു. ഇനിയിപ്പം എനിക്ക് പറയാനുള്ളത് വണ്ടീനെ പറ്റിയിട്ട്, വണ്ടീൻ്റെ കുറേ പോസിറ്റീവ്സ് പറയാനുണ്ട്, അതുപോലെ തന്നെ വണ്ടിക്ക് കുറച്ച് നെഗറ്റീവ്സും ഉണ്ട്, ആ കാര്യങ്ങളും പറയാനുണ്ട്. ഇപ്പോൾ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വണ്ടിയുടെ പോസിറ്റീവ് നെഗറ്റീവ്സും ഒരു വേറെ തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം അത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അത് സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ അതിനെക്കുറിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്, വണ്ടിയുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.